ഹലോ ഗൈസ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് നമുക്ക് ആപ് കേസെ ഹോ സിനിമയുടെ റിവ്യൂ പറയാം. വിനീത് ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ആപ് കേസെ ഹോ. ധ്യാൻ ശ്രീനിവാസൻ നായകൻ, ബാക്കി ഒരുപാട് സൈഡ് ആക്ടേഴ്സും മെയിൻ ആക്ടേഴ്സും ഒരുപാട് പേരുള്ള ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ ആപ് കേസെ ഹോ. സോ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് റിട്ടൺ ബൈ ധ്യാൻ ശ്രീനിവാസനാണ്. സോ ഞാൻ അപ്പോൾ ആ ഒരു റൈറ്റിംഗ് എന്തെങ്കിലും ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമർ കാണും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഈ സിനിമ കാണാനായിട്ട് പോയത്. ഹ്യൂമറസ് ആയിരുന്നു, ഒബ്വിയസ്ലി നല്ല തമാശ രംഗങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് അഡൾട്ട് ജോക്കുകൾ ഉണ്ടായിരുന്നു. കുട്ടികളുമായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കൊരു തരത്തിൽ എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലുള്ള അഡൾട്ട് ജോക്സ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എന്താ പറയുക പുതിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സാപ്പ് അതിലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് കോമഡീസ് എല്ലാം ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ഒരു തരം സ്പോയിലേഴ്സും ഇല്ലാതെ ഞാൻ മാക്സിമം ഒന്നും റിവീൽ ചെയ്യാതെ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. 3 ഫ്രണ്ട്സ് അവര് അതിലൊരാളുടെ വിവാഹത്തിന്റെ തലേ വീക്കിലുള്ള ബാച്ചിലർ പാർട്ടിക്ക് വേണ്ടി ഒന്നിച്ച് കൂടുന്നതാണ്. അപ്പൊ അതില് എന്താ പറയുക, ഇപ്പൊ ഈ പെൺവാണിഭം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അവർ 2 പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുന്നു. ഇത് ഇത്രയും നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ വിസിബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അവർ 2 പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു കുട്ടി എന്തുകൊണ്ടോ സഹകരിക്കുന്നില്ല, ഒരു ഹിന്ദിക്കാരി. അപ്പോൾ ആ പുള്ളിക്കാരിയായിട്ട് സംസാരിക്കുകയും തുടർന്ന് അവരുടെ ഒരു കഥയും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു ആപ് കേസെ ഹോയുടെ ഒരു മെയിൻ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ. സോ ഇതിൽ ഈ ആപ് കേസെ ഹോ, അവരുടെ ആപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ആപ്പില്ലേ വെച്ചടിക്കുന്ന ആപ്പ്, അതുപോലത്തെ ഒരു ആപ്പാണ്. നമ്മൾ പെട്ടുപോകുന്ന ഒരു ആപ്പാണ് ഒരു കെണി. ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി. ഒരു കഥയായിട്ട് ഒരു ത്രെഡ് പറഞ്ഞു പോകുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇത് ഒരു 1.25 മണിക്കൂറുള്ള ഒരു ചെറിയ സിനിമയാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡിനെ ഇവർ ഈ 1.25 മണിക്കൂർ എടുത്ത് കാണിക്കാനുള്ള സ്റ്റഫില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് നേരം ഇവർ ഈ മദ്യപിക്കുന്നതും തമാശ പറയുന്നതും ഇങ്ങനെ തന്നെ ഈ ചേട്ടായിസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആ ഒരു സിനിമയുടെയൊക്കെ ഒരു വൈബ് പോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 1-2 ഹ്യൂമർ സീൻസ് ഫസ്റ്റ് ഹാഫിൽ വർക്കായെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് ചിരിക്കത്തൊക്കെ ഒന്നുമില്ല. ഈ അഡൾട്ട് ജോക്സ് കുറേയൊക്കെ വർക്ക് ആയിട്ടുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് ചിരിയൊക്കെ പടർത്തി അങ്ങനെ പോകും. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പോലീസായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്കും പിന്നെ ഫുള്ള് ഹ്യൂമറാണ്. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ടുള്ള ലെജൻഡ് നമ്മുടെ ശ്രീനിവാസൻ സാർ ഇതിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നമ്മൾ ആ ഒരു അസുഖമൊക്കെ ആയിട്ട് സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ആ ഒരു ശബ്ദത്തിൻ്റെതായുള്ള സംസാരത്തിൻ്റെതായുള്ള ഒരു സ്ലോനെസ് ഉണ്ടെങ്കിൽ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ആസ് യൂഷ്വൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എടുത്തു പറയാനായിട്ട് തോന്നിയ ഒരു ആക്ടർ രമേഷ് പിഷാരടിയാണ്. രമേഷ് പിഷാരടി വരുന്നതോടുകൂടി സെക്കൻഡ് ഹാഫ് ഒരു കുറച്ച് കഴിയുമ്പോഴാണ് രമേഷ് പിഷാരടിയുടെ ഒരു ക്യാരക്ടർ വരുന്നതോടുകൂടി സിനിമ ഒന്ന് നല്ല രീതിയിലൊന്ന് എലവേറ്റ് ആവുന്നുണ്ട്. നല്ല രീതിയിൽ തമാശകളും കാര്യങ്ങളും. കാരണം രമേഷ് പിഷാരടി ഇതിനകത്തൊരു പോലീസിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ പോലീസ് ക്യാരക്ടർ മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുന്നത്, ആളുകളായിട്ടൊക്കെ ഉള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയാ ആ ഒരു ഫ്ലോ. ശരിക്കും നമ്മൾ ഈ പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പോലീസുകാരനുണ്ട്, തന്മയത്വമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ ആ സാധനമൊക്കെ പുള്ളി വളരെ നൈസായിട്ട് ആ ഒരു കൊണ്ടുപോയി പറയുന്ന രീതികളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക സിംഗിൾ ഷോട്ടിലുള്ള അല്ലെങ്കിൽ ഒരു ഒറ്റ ഷോട്ടിലുള്ള പരിപാടികൾ ഒരുപാടുണ്ട്. ഈ രമേഷ് പിഷാരടി എന്ന സ്റ്റേഷനകത്ത് ഇങ്ങനെ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന സാധനങ്ങൾ 2-3 ഒരു സിംഗിൾ ഷോട്ടായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഈ വിനയ് ജോസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മോശമല്ലാത്ത രീതിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാതെ ഈ തുടക്കത്തിൽ എഡിറ്റിങ്ങിനെ പറ്റിയ പാളിച്ചയാണോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയില്ല. ഇതിനകത്ത് മെയിൻ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ധ്യാൻ ശ്രീനിവാസൻ അവരുടെ 2 ഫ്രണ്ട്സുമായിട്ടുള്ള ജീവിയൊക്കെ. സോ അവരിൽ ഈ ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റക്ക് ഇട്ടിട്ട് സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകേഷ് കനാറിൻ്റെ ഒരു സിനിമയാണെങ്കിൽ അതിനുശേഷം ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റക്ക് ഇടുന്നു, ഒരു മ്യൂസിക് ഇടുന്നു, പേരെഴുതി കാണിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും. ഇത് പേരെഴുതി കാണിക്കുന്ന ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വരുന്നു സ്റ്റക്ക്, പിന്നെ ഇങ്ങനെ വരുന്നു സ്റ്റക്ക്. എന്തിനാണ് ആ സ്റ്റക്ക് എന്ന് മനസ്സിലായില്ല. ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. ഇനീസ് അത് ജസ്റ്റ് തോന്നിയോണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. മറ്റേ നമ്മുടെ ആരാധിക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്പിളിയില നായിക, അവരൊരു ചെറിയ വേഷമാണ്, അവർ ആ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സർപ്രൈസ് എന്താ പറയുക, ചെറിയതും വലിയതുമായിട്ടുള്ള വേഷങ്ങളിൽ
നമ്മൾ ഇതുവരെ ട്രെയിലറിലൊന്നും കാണാത്ത കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടുവച്ച് നിറച്ചാൽ ഒരു പക്ഷേ ഒരു വളരെ വിജയമുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു എൻ്റർടൈനർ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സാറ്റർഡേ നൈറ്റും ഒരു നുണക്കുഴിയും ഒക്കെ മിക്സ് ചെയ്ത ഒരു ഫീലാണ് എനിക്ക് വന്നിരിക്കുന്നത്. നുണക്കുഴിയുടെയൊക്കെ പോലെ ഒരു രാത്രിയൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. സാറ്റർഡേ നൈറ്റിലേക്ക് പോലെ ഉള്ള ആ ഒരു ലെവലിലുള്ള ജോക്സും പെട്ടെന്ന് സഡൻലി കുറച്ച് സോങ് വരുന്നു, ഓൾ ഓഫ് എ സഡൻ ഒരു ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സീൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു ഒഴുക്ക് ഫസ്റ്റ് ഹാഫിലില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അജു വർഗീസിന്റെയും രമേശ് പിഷാടിയുടെയും ഇൻട്രൊഡക്ഷനോടുകൂടി സംഭവങ്ങളൊക്കെ മാറുന്നു. പിന്നെ നല്ല രീതിയിലുള്ള ജോക്സും കാര്യങ്ങളൊക്കെ വരും. എസ്പെഷ്യലി ക്ലൈമാക്സിൽ അവിടെ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പുള്ള ആ ഒരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഉള്ള ആ ഒരു സീക്വൻസ്, അതെന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള ഒരു രംഗം വളരെ എന്റർടൈനിങ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എലിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ നമ്മുടെ ജ്ഞാപകമൊക്കെ വെച്ചിട്ടൊരു ജോക്കൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ വിനീതിന്റെ പടത്തിലുള്ള പോലെ. സോ അതൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ചിരിക്കാം, അവിടെ ഇവിടെ ആയിട്ട് ചിരിക്കാം. അഡൽട്ട് ജോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോക്സ് ഉണ്ട്. സോ അതൊക്കെ കേട്ട് ചിരിച്ച് അങ്ങനെ ഇരിക്കാം. ലോജിക്കലി ഒന്നും തിങ്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ടൈം വാച്ചബിൾ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. ഞാൻ പേഴ്സണലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 2.5 ആണ്. 2.5 കൊടുക്കാൻ അത്രയും കൂടുതൽ കൊടുക്കാൻ റീസൺ ആ ഒരു ഹ്യൂമർ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പല രംഗങ്ങളിലും എനിക്കത് ചിരി വരുന്നുണ്ടായിരുന്നു, പൊട്ടിച്ചിരിക്കാനുള്ള രംഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു മൈൻഡിലിരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നുന്ന ഒരു മൂവിയാണ് നമ്മുടെ ആപ് കേസേ ഹോ. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVers എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ കാണാതെ ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.